സാധാരണ പറയുന്നത് പോലെ തന്നെ ഭാഗവതാദി പുരാണങ്ങളൊക്കെ സൂത ശൗനക സംവാദ രൂപേണയാണ് വരണത്. അതില് ശൗനകാദി മഹർഷിമാര് നടത്തുന്ന യാഗശാലയിലേക്ക് കടന്നു വരുന്ന സൂത പൗരാണികനെ വളരെ സ്നേഹാദരപൂർവം സ്വീകരിച്ച് ആനയിച്ച് ശ്രേഷ്ഠമായ ഒരു പീഠത്തിൽ ഇരുത്തി. ശശിയേട്ടാ, ശശിയേട്ടോ, ആ ടേബിൾ അവിടെ എടുത്തൊന്ന് മാറ്റിക്കേ. നമ്മുടെ അനിലിനെ കൂടെ വിളിച്ച ആ ടേബിൾ ഒന്ന് മാറ്റി എടുത്ത് വെളിയിലോട്ട് തൊട്ട്. ഒന്നീ വെളിയിൽ തൊട്ടല്ലേ അവിടെ തൊട്ട്. അരിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ എടുത്ത് ഇത് ഇവിടെ ഈ മൂലക്കോട്ട് പോയി. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു മൂലക്കോട്ട് പോയി. ഇവിടെ ഒരു മൂലക്കോട്ട് പോയി. ബാക്കി പിന്നെ നമുക്ക് വൈകുന്നേരം സെറ്റ് ചെയ്യാം. അതവിടോട്ട് മാറ്റി. അപ്പോ ശൗനകാദി മഹർഷിമാർ നടത്തുന്ന യാഗശാലയിലേക്ക് കടന്നു വരുന്ന സൂത പൗരാണികനെ വളരെ സ്നേഹാദരപൂർവ്വം സ്വീകരിച്ച് ആനയിച്ച് ശ്രേഷ്ഠമായ പീഠത്തിലിരുത്തി. തിരിഞ്ഞിരുന്നോളൂ, ഇങ്ങോട്ട് നോക്കിയിരുന്നോളൂ. എന്തിനാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ? എന്നെ കണ്ട് പേടിച്ചിട്ടാ? ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു, അങ്ങോട്ട് തിരിക്കുന്നില്ല. നേരെ കസാര നേരെ ഇട്ടിരി. അപ്പോ അങ്ങനെ സ്വീകരിച്ച് ആനയിച്ചിരുത്തിയ സൂത പൗരാണികൻ ശ്രീ വേദവ്യാസ മുനിയുടെ ശിഷ്യന്മാരിൽ ശ്രേഷ്ഠനായ ഒരുവൻ. എവിടെയൊക്കെയാണോ സജ്ജനങ്ങള് അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ നടക്കുന്നത് അവിടെയെല്ലാം ഈശ്വര കഥകളെ പറഞ്ഞ് മറ്റുള്ളവരെ ഈശ്വരീയമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നവനാണ് സൂതൻ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെയുള്ള ശ്രമം അതാണ്. ആരെയെങ്കിലുമൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ശ്രമം. പക്ഷേ മുക്കാലും ഒന്നും